എല്ലാവർക്കും നമസ്കാരം. സെറിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്കൊരു ഓറഞ്ച് കേക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ കേക്ക് ഉണ്ടാക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഓറഞ്ച് സിറപ്പും പഞ്ചസാരയും കൂടെ ഒന്ന് ചൂടാക്കിയെടുത്തിട്ട് അത് ആറിയതിന് ശേഷം ഒന്ന് തണുപ്പിക്കാനായിട്ട് വെച്ച് എന്നിട്ട് ഇതിലേക്ക് ഇതേപോലെ ഒന്ന് ഒഴിച്ചിട്ട് കഴിച്ച് നോക്കുമ്പോൾ വളരെ ടേസ്റ്റാണ്. അങ്ങനെ ഇഷ്ടമുള്ളവർ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നോർമലായിട്ട് ഓറഞ്ച് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. ഈ ഓറഞ്ച് സിറപ്പും കൂടെ ഒഴിച്ചപ്പോൾ അതിനേക്കാളും ടേസ്റ്റായി കേട്ടോ. കേക്ക് റൂം ടെമ്പറേച്ചറിലുള്ളത് തന്നെ, പക്ഷേ സിറപ്പാണ് ഞാൻ തണുപ്പിച്ചൊഴിച്ചത്. സിറപ്പ് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് വീണ്ടും തണുപ്പിച്ചിട്ട് കഴിക്കാം കേട്ടോ. ഇത് നമ്മളെ സാധാരണ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള കേക്ക് തന്നെ. അപ്പോൾ അതേപോലെ കഴിക്കാൻ ഇഷ്ടമുള്ളവർ അങ്ങനെയും കഴിക്കാം. കേക്കിലേക്ക് നമുക്ക് ആദ്യം എടുത്തു വെക്കേണ്ടത് ഈ ഓറഞ്ചിൻ്റെ തൊലിയാണ്. അപ്പോൾ ഇതിൽ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഓറഞ്ചിൻ്റെ തൊലിയാണ് ഇതിലേക്ക് വേണ്ടത്. പെട്ടെന്ന് കിട്ടും കേട്ടോ. നല്ല ചെറുതായിട്ട് പൊടിയായിട്ട് നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ നന്നായി കിട്ടും. അതിൻ്റെ വെള്ള പെടാതെ നോക്കണം കേട്ടോ. ഇനി ഈ ഒരു ഓറഞ്ചിൻ്റെ ജ്യൂസും കൂടെ നമുക്ക് എടുക്കണം. അത് നന്നായിട്ട് സ്ക്വീസ് ചെയ്ത് എടുക്കുക കേട്ടോ. അപ്പോൾ തൊലി മുഴുവനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ ആദ്യം ചെയ്തു വെക്കണം. ജ്യൂസ് എടുത്ത് വെക്കലും അതേപോലെ തന്നെ ഇതിൻ്റെ തൊലി മാറ്റി വെക്കലും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കോഴിമുട്ട ബീറ്റ് ചെയ്യാനുള്ളത് ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് റൂം ടെമ്പറേച്ചറിലുള്ള കോഴിമുട്ട എടുക്കണം കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചതൊന്നും അപ്പോൾക്കപ്പോൾ എടുത്ത് ചെയ്യരുത്. പിന്നെ 1 ടീസ്പൂണ് വാനില എസൻസും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായി ഒന്നിലിട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് പഞ്ചസാരയാണ് വേണ്ടത്. അപ്പോൾ അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം കുറച്ച് മുന്തി നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണും കൂടി കൂട്ടിയിട്ട് കൊടുക്കുക കേട്ടോ. കൂടുതലാവണ്ട. കാരണം നമ്മൾ കുറച്ച് ജ്യൂസൊക്കെ ചേർക്കണതല്ലേ. ഇനിയിപ്പോൾ അതിൽ കുറച്ചെല്ലാം ഓറഞ്ചിന് കുറച്ചൊരു പുളിരസം ഉണ്ടാവും. എന്നിട്ട് നമ്മൾ ഓറഞ്ചിൻ്റെ തൊലി നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഇതിലേക്ക് ഇട്ടിട്ട് നല്ല സ്പീഡിൽ ബീറ്റ് ചെയ്ത് നല്ല ഫ്ലഫി ആക്കി കൊണ്ടുവരിക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇതൊന്ന് ഇതിലേക്ക് ഇട്ട് ബീറ്റ് ചെയ്ത് വരുമ്പോൾ അത് നന്നായിട്ട് എല്ലാത്തിലും ചേർന്നോളും. എന്നിട്ട് ജ്യൂസ് ഉള്ളത് നന്നായി ഫ്ലഫി ആയതിൻ്റെ ശേഷം ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 250 ml കപ്പിൽ 1 കപ്പ് മൈദമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായി അരിച്ച് വെച്ചതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഒരുമിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചായിട്ട് ഇട്ടിട്ട് സ്പാച്ചില കൊണ്ട് ഇതേപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ എല്ലാം കൂടെ ഇട്ടിട്ട് ഇതേപോലെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ എന്നാലും നന്നായി റെഡി ആവട്ടെ. അതിൽ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ കേക്ക് ടിന്ന് ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. 180 ഡിഗ്രിയിൽ ഓവണും പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് 10 മിനിറ്റ് മുമ്പേ. അപ്പോൾ അത് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കഴിഞ്ഞാൽ ആ 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളുടെ ഈ കാര്യങ്ങളൊക്കെ റെഡിയായി വരും. അപ്പോൾ മുന്നേ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. അപ്പോൾ എല്ലാം കൂടെ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാറ്റർ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ആ ഓറഞ്ചിൻ്റെ മണമൊക്കെ നന്നായി എടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ ആ ഒരു ഓറഞ്ചിൻ്റെ തൊലി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തില്ലേ, അപ്പോഴന്നെ അതിൻ്റെ ആ ഒരു മണമൊക്കെ നന്നായി വന്നിരിക്കണം കേട്ടോ. ഇനി നമുക്ക് ഇത് മുഴുവനായിട്ടും ഈ ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം ഓറഞ്ചിൻ്റെ കുറച്ച് തൊലി ഇതിൻ്റെ മുകളിലേക്ക് ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതും കൂടെ അല്ലെങ്കിൽ നമ്മൾ ആ ചെയ്തെടുത്തതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ച് ഇതിൻ്റെ മുകളിലേക്ക് ഇടാനായിട്ട് വെച്ചാലും മതി ഇടാം. അതിനായിട്ട് നല്ലത് നമ്മളിങ്ങനെ ഗ്രേറ്റ് ചെയ്ത് ഇതിൻ്റെ മുകളിലേക്ക് ഇടുമ്പോഴാണ് വിട്ടിട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ കുറച്ച് ഭാഗം അവിടെ മാറ്റി വെച്ചാൽ മതി. അല്ലെങ്കിൽ വേറെ ഓറഞ്ച് ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ നല്ലൊരു ഭംഗിയാണ് ഇത് ഇങ്ങനെ കാണാൻ. പിന്നെ വെന്ത് കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു മുകളിലുള്ള അതും കൂടെ വെന്ത് വരുമ്പോൾ ഒരു പ്രത്യേക മണം, പ്രത്യേക ടേസ്റ്റും കൂടെയാണ് കേട്ടോ. ഞങ്ങളുടെ ചെറുപ്പം മുതലേ ഞങ്ങൾക്ക് വീട്ടിൽ ഉമ്മ ഈ കേക്ക്സൊക്കെ ഏത് ഫ്രൂട്ട് കിട്ടിയാലും അത് വെച്ചിട്ട് ഉണ്ടാക്കി നോക്കും. ഇനിയിപ്പോൾ ബൂസ്റ്റ് ആണെന്നുണ്ടെങ്കിലും കോഫി ആണെന്നുണ്ടെങ്കിലും എല്ലാതും വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് തരും. ഞങ്ങൾക്ക് എപ്പോഴും കടയിൽ നിന്ന് മേടിക്കുന്നതിനെക്കാട്ടും കൂടുതൽ ഞങ്ങൾ വീട്ടിൽ കേക്ക് ഉണ്ടാക്കിയിട്ടാണ് കഴിക്കാറ്. അപ്പോൾ ഇത് വീറ്റ് ഫ്ലോറിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെയൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതല്ലേ. അപ്പോൾ മറക്കാതെ ഇതേപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഒരു 35-40 മിനിറ്റ് അത്രേ വേണ്ടി വരുള്ളൂ. അപ്പോൾ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്.
ഇനി നമുക്കൊരു സ്ക്വയർ വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കിയാൽ അതുമ്മ പറ്റി പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ നന്നായി വെന്ത് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ വെന്തിരിക്കണം. ഇനി നമുക്ക് ഓഫ് ചെയ്ത് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഓവനിൽ തന്നെ ഉണ്ടാക്കണമെന്നില്ലല്ലോ, നമുക്ക് പിന്നെ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. അതേപോലെ തന്നെ അടുപ്പിൽ വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാം. പണ്ടൊക്കെ അടുപ്പിൽ വെച്ചിട്ടാണ് വീട്ടിലൊക്കെ ഉണ്ടാക്കിയിരുന്നത്, കനൽ വെച്ചിട്ടൊക്കെ അങ്ങനെ ചെയ്തിരുന്നതെന്ന് പറയും. പിന്നീടല്ലേ ഓവണം ഒക്കെ വന്നത്. അപ്പോൾ അതിന് ശേഷം നമ്മളും ഇത് എപ്പോഴും ട്രൈ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കേക്ക് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഈസി ആയിട്ടുള്ളൊരു സംഭവമായി. അപ്പോൾ ബേക്കിംഗ് പൗഡർ ഇടാതെ ചെയ്യാൻ പറ്റില്ല എന്നൊന്നുമില്ല. നമുക്ക് പരമാവധി നമുക്കത് ഇടാതെ തന്നെ ഇത് നല്ല ഫ്ലഫിയാക്കി എടുത്താൽ അടിപൊളി ടേസ്റ്റോട് കൂടിയിട്ടുള്ള കേക്കൊക്കെ കിട്ടും. കേക്ക്സൊക്കെ ഉണ്ടാക്കി അന്നത്തേനേക്കാളും ടേസ്റ്റ് പിറ്റേ ദിവസം 2 ദിവസമൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴാണ്. നമ്മൾ പിന്നെ ആ സിറപ്പ് ഒഴിച്ചതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് നല്ലത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടും. പക്ഷേ സിറപ്പൊന്നും ഒഴിക്കാതെ ഇതേപോലെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പുറത്ത് തന്നെ ഒരു 4 ദിവസമെങ്കിലും ഇത് കേടുകൂടാതെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കേക്കിൻ്റെ അകത്ത് നല്ല മഞ്ഞ കളറൊക്കെ വന്നിട്ടുണ്ട്. ഈ ഓറഞ്ചിൻ്റെ ആ ഒരു പിന്നെ ജ്യൂസും അതേപോലെ തൊലിയൊക്കെ ചേർത്തപ്പോൾ തന്നെ കളറ് മാറിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഓറഞ്ച് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നല്ല റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.